ഡിഗ്രി ലെവൽ യോഗ്യതയുള്ള PSC പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല സമയമാണ് ഇനി വരാൻ പോകുന്നത്. കാരണം ഏറ്റവും കൂടുതൽ നിയമനം നടക്കുന്നത് PSC നിയമനങ്ങളിൽ ഏറ്റവും കൂടുതൽ നിയമനം നടക്കുന്ന തസ്തികകളാണ് ഈ KSFE, KSEB പോലെയുള്ള ഒരു കമ്പനി ബോർഡ് കോർപ്പറേഷനുകളിലേക്കുള്ള അസിസ്റ്റന്റ് ഗ്രേഡ് എന്ന് പറയുന്നത്. അതിൻ്റെ രണ്ടാമത്തെ ഒരു വിഭാഗം കൂടെ ഉണ്ടല്ലോ, KSRTC പോലെയുള്ള KSFDC പോലെയുള്ള അങ്ങനെയുള്ള കമ്പനി ബോർഡിലേക്കുള്ളതും. അപ്പോൾ ഈ രണ്ട് പരീക്ഷകൾ കൂടെ കഴിഞ്ഞ തവണയാണെങ്കിൽ 4000-ഓളം നിയമനങ്ങൾ ആ ഒന്നാം വിഭാഗത്തിൽ നടന്നിട്ടുണ്ട്, 2000-ഓളം നിയമനങ്ങൾ രണ്ടാമത്തെ വിഭാഗത്തിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നടക്കുന്ന ഒരു തസ്തികയാണ്. അപ്പോൾ അതിലേക്കുള്ള ഒരു അവസരം വന്നു ചേരുകയാണ്. അതിന് എൻട്രി ടീം ഇവിടെ സെറ്റാണ്. നിങ്ങൾക്കുള്ള ഓരോ സബ്ജക്റ്റിലും മികച്ച കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകരുമായിട്ട് നമ്മുടെ എൻട്രി ടീം നിങ്ങളുടെ കോഴ്സുകളുമായി ഓരോ വിഷയങ്ങൾക്കും കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകരുമായിട്ട് നമ്മുടെ എൻട്രി നിങ്ങൾക്കായി ഒരുങ്ങി നിൽക്കുകയാണ്. അപ്പോൾ ഇനി നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ഈ ഒരു സെക്രട്ടറി ടെസ്റ്റിൻ്റെ സീരീസും കാര്യങ്ങളും, അതിൽ നിന്ന് എത്രയോ അധികം ചോദ്യങ്ങൾ വന്നതും ഉദ്യോഗാർത്ഥികളുടെ പ്രതികരണവും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിനപ്പുറം പ്രതികരണം ഉണ്ടാക്കാൻ പോകുന്ന രീതിയിലാണ് നമ്മൾ ഇനി ആരംഭിക്കാൻ പോകുന്നത് ഈ അസിസ്റ്റന്റ് ഗ്രേഡിനുള്ള തയ്യാറെടുപ്പുകൾ. അപ്പോൾ ഇനി അടുത്ത റാങ്ക് വേട്ടയ്ക്കായി എൻട്രിയുടെ ഡിഗ്രി ലെവൽ സ്ക്വാഡ് തയ്യാറായി കഴിഞ്ഞു. നിങ്ങൾക്ക് അവരെ പരിചയപ്പെടാം. ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് കറണ്ട് അഫയേഴ്സിൻ്റെ പ്രാധാന്യം എന്തുമാത്രമാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. മറ്റു പരീക്ഷകളിൽ നിന്ന് വ്യത്യസ്തമായി വളരെ സബ്ജക്റ്റ് സ്പെസിഫിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കറണ്ട് അഫയേഴ്സിൽ ചോദിച്ചു വരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ സമഗ്രമായിട്ടുള്ള ഒരു പഠനം ആവശ്യമാണ്. കൃത്യമായിട്ടുള്ള മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ സിലബസിൽ പറയാത്തത് കൊണ്ട് തന്നെ വിഷയാധിഷ്ഠിതമായിട്ടുള്ളൊരു പഠനം ഇവിടെ ആവശ്യമാണ്. വരുന്ന കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പരീക്ഷകൾക്ക് നമുക്ക് ഒരുമിച്ച് കറണ്ട് അഫയേഴ്സ് പഠിച്ചു തുടങ്ങാം. 2026 നിരവധി ഡിഗ്രി ലെവൽ പരീക്ഷകളാണ് വരാനായി പോകുന്നത്. അതിൽ ആദ്യം നമുക്കൊരു പ്രിലിമിനറി എക്സാം ഉണ്ടാകും, ദെൻ മെയിൻസ് ആയിരിക്കും ഉണ്ടാവുക. സോ പ്രിലിംസ് ആയിക്കോട്ടെ മെയിൻസ് ആയിക്കോട്ടെ, ഇതിലെല്ലാം കോമൺ ആയിട്ട് നമ്മുടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ഉണ്ട്. അത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. നമ്മുടെ സിലബസിൽ 5 മാർക്ക് എന്നൊക്കെ പറയുമെങ്കിലും 6, 7, 8 മാർക്കിന് വരെ നമ്മളെ എക്സാമിന് ക്വസ്റ്റ്യൻസ് കോൺസ്റ്റിറ്റ്യൂഷൻ ബേസ് ചെയ്ത് ചോദിക്കാറുണ്ട്. സോ ഈ സബ്ജക്റ്റ് പഠിക്കുമ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി പഠിക്കുക. ഒരു തവണ പഠിച്ചാൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. അത്രത്തോളം നമുക്ക് സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുന്ന സബ്ജക്റ്റ് തന്നെയാണ്. സോ അതിനകത്ത് നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടുന്ന ടോപ്പിക്സുകളൊക്കെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇക്കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് മെയിൻസ് പരീക്ഷയിലെ ഫിസിക്സ് കെമിസ്ട്രി ക്വസ്റ്റ്യൻസ് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ? SCERT ലെവലിൽ നിന്നാണ് ചോദ്യങ്ങൾ വന്നിരിക്കുന്നത്. പക്ഷേ ചോദ്യങ്ങളുടെ നിലവാരം NCERT ലെവലാണ്. അതായത് ഇനിയുള്ള പരീക്ഷകൾക്ക് നമ്മൾ തയ്യാറെടുക്കുമ്പോൾ പ്രത്യേകിച്ച് ഫിസിക്സിലും കെമിസ്ട്രിയിലും നമ്മൾ SCERTയോടൊപ്പം NCERTയിലെ ചില ടോപ്പിക്കുകൾ കൂടി പഠിക്കണം. അതിൽ തന്നെ ഫിസിക്സും കെമിസ്ട്രിയും പഠിക്കുന്ന സമയത്ത് നമ്മളൊരു 3 ലെവലായിട്ട് വേണം കാര്യങ്ങളെ കാണാൻ. ഫണ്ടമെൻ്റൽസ് പഠിക്കണം. അത് കഴിഞ്ഞ് ഏറ്റവും പ്രധാനപ്പെട്ട സയൻസിലെ നിയമങ്ങൾ, തത്വങ്ങൾ, റൂൾസ്, ഈ ന്യൂട്ടൻ്റെ നിയമങ്ങൾ പോലെയുള്ള, പാസ്കൽ നിയമം പോലെയുള്ള ഇത്തരം കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ട് മൂന്നാമത്തെ ഘട്ടത്തിൽ നമ്മൾ എക്സാം പ്രാക്ടീസ്, പരമാവധി ചോദ്യങ്ങളിലൂടെ കടന്നു പോകുന്ന പ്രാക്ടീസ് ചെയ്യണം. ഈ 3 ലെവൽ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുന്നവർക്കാണ് ഈ ഉയർന്ന നിലവാരമുള്ള ചോദ്യങ്ങൾ അറ്റംപ്റ്റ് ചെയ്ത് സക്സസ്ഫുൾ ആയിട്ട് ഒരു റാങ്ക് ലിസ്റ്റിൽ കയറാൻ സാധിക്കുക. ഈ ഒരു പ്രോസസ്സിൽ എൻട്രിയുടെ ഡിഗ്രി ലെവൽ ടീമിനോടൊപ്പം ഞാനും ഉണ്ടാവും അവസാനം വരെ വിജയത്തിലേക്ക്. ഹലോ ഫ്രണ്ട്സ്, ഡിഗ്രി തല ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് വളരെ നല്ലൊരു സുവർണാവസരം എത്തിയിരിക്കുന്നു എന്നതിൽ ആർക്കും ഒരു സംശയം ഉണ്ടാവില്ല. 8ഓളം നോട്ടിഫിക്കേഷനുകൾ, ചില നോട്ടിഫിക്കേഷനുകൾ വന്നു കഴിഞ്ഞു, മറ്റ് ചിലവ എത്താനിരിക്കുന്നു. ഇവയ്ക്ക് ഒരുമിച്ച് ഒരു പ്രിലിംസിലേക്ക് PSC നീങ്ങുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആ ഒരു തസ്തികയിലേക്കുള്ള സെലക്ഷനിൽ മെയിൻ പരീക്ഷ നടന്ന് ലിസ്റ്റ് ഉണ്ടാക്കുമ്പോൾ അതിൽ ജോലി ലഭിക്കത്തക്ക ഒരു പൊസിഷനിൽ എത്തിച്ചേരുക എന്നുള്ളതാണ്. ഇവിടെ ഞങ്ങൾ പ്രിലിംസ് പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പ്, കാരണം ഇതിനൊരു പ്രിലിംസ് ഉണ്ടാകും, ആ പ്രിലിംസിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് തുടങ്ങിയിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, പ്രിലിംസിൽ വരുന്ന സിലബസിൽ 80% മെയിൻസ് പരീക്ഷയിൽ ഉണ്ടാവും. 80 മുതൽ 90% മെയിൻസ് പരീക്ഷയിൽ ഉണ്ടാവും. മെയിൻ പരീക്ഷയുടെ പ്രിപ്പറേഷൻ നമ്മൾ നടത്തുകയാണ്. അവിടെ നിങ്ങളുടെ മുന്നിലേക്ക് സിവിക്സ് എന്ന സബ്ജക്റ്റുമായി 5 മാർക്ക് വെയിറ്റേജ് ഉള്ള സിവിക്സ് എന്ന സബ്ജക്റ്റുമായി ഞാൻ എത്തുകയാണ്. നമുക്കവിടെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, ഇന്ത്യൻ സിവിൽ സർവീസ്, കേരള സിവിൽ സർവീസ്, ഇന്ത്യൻ ഭരണഘടനയിലെ തന്നെ എക്സിക്യൂട്ടീവ് പോലെയുള്ള കാര്യങ്ങൾ, മനുഷ്യാവകാശ സംരക്ഷണത്തെ പറ്റിയുള്ള കാര്യങ്ങൾ, ക്ഷേമ പദ്ധതികൾ, ഇവയൊക്കെ കൂടി ഒന്ന് കോർത്തിണക്കി പഠിക്കേണ്ടതുണ്ട്. ആ 5 മാർക്കും ഉറപ്പിക്കേണ്ടതുണ്ട്. അതുപോലെ ഓരോ സബ്ജക്റ്റുകളുമായി നിങ്ങളുടെ മുന്നിലേക്ക് പ്രഗത്ഭരായ അധ്യാപകരെത്തുമ്പോൾ നമുക്കൊരുമിച്ച് മുന്നേറണം. ഈ ഡിഗ്രി പരീക്ഷ, ഈ തസ്തികകൾ നമുക്കുള്ളതാണ് എന്ന് മനസ്സിൽ നമുക്ക് സ്വയം കുറിക്കാം. മുന്നോട്ട് നീങ്ങാം.
എല്ലാവർക്കും വിജയാശംസകൾ. IT ആൻഡ് സൈബർ ക്രൈം എന്ന ടോപ്പിക് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടോ എങ്കിൽ ഇനി അതിൻ്റെ ആവശ്യമില്ല. ഇനി വരുന്ന ഡിഗ്രി ലെവൽ എക്സാമിന് സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് നമുക്ക് ഈ ടോപ്പിക്ക് പഠിച്ചെടുക്കാം. ഇതുവരെ കഴിഞ്ഞിട്ടുള്ള എല്ലാ പരീക്ഷകളിലും IT ആൻഡ് സൈബർ ക്രൈം എന്ന ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് നമ്മുടെ SCERT +1 +2 ടെക്സ്റ്റ് ബുക്കുകളാണ്. സോ ഈ വരുന്ന ഡിഗ്രി ലെവൽ എക്സാമിന് സിലബസ് ഓറിയൻറ്റഡായി വളരെ കൃത്യതയോടുകൂടി തന്നെ നമുക്ക് ഈ ടോപ്പിക്കുകൾ പഠിച്ചെടുക്കാം. അപ്പോൾ ഇനി വരുന്ന ഡിഗ്രി ലെവൽ എക്സാമിൻ്റെ പ്രിപ്പറേഷന് നിങ്ങളുടെ കൂടെ ഞാനുണ്ട്. ഹലോ, നമസ്കാരം. എക്കണോമിക്സ് ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് നമ്മുടെ PSCയിലെ എക്കണോമിക്സിൻ്റെ പ്രാധാന്യം എന്താണ്? നിങ്ങൾക്കറിയാം, വരാനിരിക്കുന്ന ഡിഗ്രി എക്സാമുകൾക്ക് നമുക്ക് എക്കണോമിക്സ് എന്ന് പറഞ്ഞ സബ്ജക്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ നാഷണൽ ഇൻകം, ദേശീയ വരുമാനം, അതേപോലെ പെർ ക്യാപിറ്റ ഇൻകം, അതേപോലെ പ്ലാനിങ്, നീതി ആയോഗ്, ബാങ്കിങ്, RBI, പിന്നെ ഇതോടൊപ്പം ഈ കൺസ്യൂമറായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ആക്ട്സുകൾ, ഇങ്ങനെയുള്ള കുറച്ച് സിലബസ് മാത്രം ഒതുങ്ങി കൂടുന്ന ഒരു സംഗതിയാണ് നമ്മുടെ എക്കണോമിക്സ്. പക്ഷേ 5 മാർക്ക് ഉണ്ട് നമുക്കിതിന്. ഈ 5 മാർക്ക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇതോടൊപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറണ്ട് അഫയേഴ്സ് ആണ്. കാരണം എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു സ്റ്റാറ്റിക് വിഷയമല്ല. കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു വിഷയമാണെന്ത് എക്കണോമിക്സ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഈ ഒരു പ്രിപ്പറേഷൻ വരാനിരിക്കുന്ന ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് നമ്മുടെ പ്രിപ്പറേഷൻ എത്രത്തോളം ഈ ഒരു എക്കണോമിക്സിൽ ഫോക്കസ് ചെയ്യണം. നിങ്ങൾക്ക് എക്കണോമിക്സ് ബേസ് ഉണ്ടോ എന്നുള്ളൊന്നും കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കുക വേണ്ട. നമ്മൾ ഈ പറയുന്ന ഒരു എക്സാമിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് വളരെ സ്ട്രാറ്റജിക് ആയിട്ട് ഉള്ള ഒരു പ്ലാനാണ്. നിങ്ങളോടൊപ്പം എൻ്റെ ഭാഗമായിട്ട് എക്കണോമിക്സ് എടുക്കാൻ ഞാനുണ്ടാകും. നമസ്കാരം. വരാനിരിക്കുന്ന ഡിഗ്രി ലെവൽ എക്സാമുകളിൽ ലൈഫ് സയൻസുമായി നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാവും. ലൈഫ് സയൻസിൽ സാധാരണയായി ചോദ്യങ്ങൾ ചോദിക്കുന്ന മേഖലകൾ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കബിൾ ഡിസീസ്, ലൈഫ് സ്റ്റൈൽ ഡിസീസ്, ഇതിനൊക്കെ ആയിരിക്കും. പ്രധാനമായിട്ട് നമ്മൾ ഹ്യൂമൻ ബോഡിയൊക്കെ ഉണ്ടെങ്കിലും അതിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ കണ്ടുവരാറുള്ളത് അസുഖങ്ങളെക്കുറിച്ചാണ്. നമുക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത മേഖലയാണെങ്കിലും അസുഖങ്ങൾക്ക് യാതൊരു പഞ്ഞവും ഇല്ലാത്ത കാലത്തിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. അസുഖങ്ങൾ, നമ്മുടെ ശരീരത്തെക്കുറിച്ച്, അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈൽ ഡിസീസ്, കമ്മ്യൂണിക്കബിൾ ഡിസീസ്, ഹ്യൂമൻ ബോഡി, ബേസിക് ഫാക്ട്സ്, ഇതൊക്കെയാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. തുടർന്നുള്ള യാത്രയിൽ നിങ്ങളോടൊപ്പം എൻട്രിയുടെ ഭാഗമായി ഞാനും ഉണ്ടാവും. ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് വളരെ എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ് ആർട്ട്, കൾച്ചർ, ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഭാഗത്ത് നിന്ന് കൂടുതലായിട്ട് ചോദ്യങ്ങൾ വരുന്നത് കറണ്ട് അഫെയറുകളാണ്. ഇതൊരു സ്റ്റാറ്റിക് ആയിട്ടുള്ള സബ്ജക്റ്റ് അല്ല എന്നതുകൊണ്ട് തന്നെ സമീപകാലത്ത് നടന്നിട്ടുള്ള പ്രധാന സംഭവങ്ങൾ, കലാ, സാഹിത്യം, സംസ്കാരവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട സംഭവങ്ങൾ, അതായത് പ്രധാനപ്പെട്ട അവാർഡുകൾ, അല്ലെങ്കിൽ ഏതെങ്കിലും കലാകാരന്മാർക്ക് ലഭിച്ച ബഹുമതികൾ, അല്ലെങ്കിൽ ആരെങ്കിലും അന്തരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത്, അങ്ങനെയുള്ള കറണ്ട് അഫെയർ റിലേറ്റഡ് ആയിട്ടുള്ള ഭാഗങ്ങളായിരിക്കും കൂടുതലായിട്ടും കലാ, സാഹിത്യം, സംസ്കാരത്തിൽ ചോദിക്കുന്നത്. ഇനി അതല്ല, സ്റ്റാറ്റിക് പോർഷനിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഉത്സവങ്ങളെക്കുറിച്ച്, പ്രത്യേകിച്ചും വള്ളംകളികളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ നമ്മൾ സ്ഥിരം കാണാറുള്ളതാണ്. അതുപോലെ തന്നെ എഴുത്തുകാർ, അവരുടെ തൂലികാനാമങ്ങൾ, പുതുതായി മലയാളത്തിൽ വന്ന കൃതികൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയും നമുക്ക് ചോദ്യമായിട്ട് വരാവുന്നതാണ്. ഇപ്പോൾ കലകളുടെ കാര്യമാണെങ്കിൽ യുനെസ്കോ അംഗീകരിക്കപ്പെട്ട കലാരൂപങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ മറ്റ് വളരെ ഫേമസ് ആയിട്ടുള്ള കലാരൂപങ്ങളെക്കുറിച്ചും അനുഷ്ഠാന കലകളെക്കുറിച്ചും ഒക്കെ ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് നമ്മൾ PSC ബുള്ളറ്റിൻ പോലെയുള്ള സോഴ്സുകളൊക്കെ നോക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഭാഗമാണ് ആർട്ട്, കൾച്ചർ, ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ തുടർന്നുള്ള യാത്രയിൽ ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയിൽ ഞാനും എൻട്രിയോടൊപ്പം ഉണ്ടാകും. കേരള PSCയുടെ ഡിഗ്രി ലെവൽ പരീക്ഷകൾ നമ്മൾ പരിഗണിക്കുമ്പോൾ 2 തരത്തിലാണ് നമ്മൾ പരീക്ഷകളെ അഭിമുഖീകരിക്കുന്നത്. ഒന്ന് പ്രിലിംസ് ആൻഡ് മെയിൻസ്. പ്രിലിംസ് പരീക്ഷകളിൽ നമുക്ക് മാത്സും മെൻ്റൽ എബിലിറ്റിയും കൂടെ 20 ചോദ്യങ്ങളാണ് വരുന്നത്, 10 എന്നുള്ള രീതിയിൽ. എന്നാൽ മെയിൻസിലേക്ക് ചെല്ലുമ്പോൾ അത് 10 മാർക്ക് ആയിരുന്നു. എന്നാൽ ഇപ്പോൾ പുതിയതായിട്ടുള്ള ട്രെൻഡ് അനുസരിച്ച് അത് 13 മാർക്കിലേക്ക് വരെ എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഉറപ്പിച്ച് പഠിക്കാം, അല്ലെങ്കിൽ ഉറപ്പിച്ച് സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പ്രത്യേകത. മറ്റ് ഏരിയയിൽ നിന്ന് നമ്മൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ഇവിടെ വരാറില്ല, മാത്സ് ആൻഡ് റീസണിങ്ങിൽ വരാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പഠിച്ചാൽ സ്കോർ ചെയ്യാൻ പറ്റുമെന്നും ആ സ്കോർ നമ്മുടെ വിജയത്തിലേക്ക് എത്തിക്കും എന്ന് ഉറപ്പുള്ള ഏരിയയാണ് മാത്സ്. മാത്രമല്ല, പഠിക്കുന്നതിന് നമ്മൾ കുറച്ച് പഴയ രീതി എന്നുള്ള രീതിയിൽ എഴുതി പഠിക്കാൻ ശ്രമിക്കുക. പഠിക്കുന്ന ചോദ്യങ്ങൾ തന്നെ പിന്നെ എന്ത് ചെയ്യുക, റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. അത് നമുക്ക് കൂടുതൽ പെർഫോം ചെയ്യാനായിട്ട് പരീക്ഷാ ഹാളിൽ സഹായിക്കും. അപ്പോൾ ഈ ഒരു കാര്യം കൃത്യമായി ഫോളോ ചെയ്തുകൊണ്ട് മുന്നോട്ട് പഠിക്കാമെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വിജയത്തിലേക്ക് എത്താൻ പറ്റും. പിന്നെ നമ്മുടെ ഒരു പുതിയ ട്രെൻഡ് എന്നുള്ള രീതിയിൽ നമ്മുടെ പരീക്ഷകൾ പുതുതായി കണ്ടുവരുന്നത് SCERT, NCERT ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്നുള്ള ചോദ്യങ്ങൾ കൂടുതലായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത്തരം മോഡൽസും ചോദ്യങ്ങളും എല്ലാം നമ്മുടെ റെക്കോർഡ് ക്ലാസ്സുകളിൽ കൃത്യമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് കൃത്യമായി കാണുക, കൃത്യമായി പഠിച്ചെടുക്കുക, കൃത്യമായി റിവൈസ് ചെയ്യുക. ഇത് മാത്രമേ ഉള്ളൂ. മുന്നോട്ടുള്ള നമ്മുടെ പരീക്ഷകൾക്കെല്ലാം മാത്സും മെൻ്റൽ എബിലിറ്റിയും കൃത്യമായി പഠിച്ചെടുക്കാൻ ഞാനും നിങ്ങളോടൊപ്പം ഉണ്ടാവും. ഓൾ ദി ബെസ്റ്റ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എൻട്രി ആപ്പിൽ മലയാളം എടുക്കുന്ന അധ്യാപകനാണ് ഞാൻ.
നമ്മുടെ പരീക്ഷയ്ക്ക്, ബിരുദതലത്തിലുള്ള നമ്മുടെ പരീക്ഷയ്ക്ക് മലയാളത്തിൻ്റെ പ്രാധാന്യം എത്രത്തോളമാണ് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? 10 മാർക്കിനാണ് മലയാളത്തിൽ നിന്ന് ചോദ്യങ്ങൾ വരിക എന്നാണ് PSC ഔദ്യോഗികമായിട്ട് നൽകിയിട്ടുള്ള വിവരം. പക്ഷേ നമുക്കറിയാം, സമകാലിക പ്രാധാന്യമുള്ള വിഷയങ്ങൾ, അതായത് ഒരു പുരസ്കാരം പ്രഖ്യാപിക്കുകയാണെങ്കിൽ, പ്രസിദ്ധനായ ഒരു സാഹിത്യകാരൻ മരണപ്പെടുകയാണെങ്കിൽ, അദ്ദേഹം വേറെ ഏതെങ്കിലും തലത്തിൽ ശ്രദ്ധിക്കപ്പെടുകയാണെങ്കിൽ ഒക്കെ അതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ നമ്മുടെ പരീക്ഷയ്ക്ക് സർവ്വസാധാരണമായി ചോദിക്കാറുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് 10 മാർക്കിനാണ് മലയാളം ചോദിക്കുന്നത് എന്ന് പറയുമ്പോൾ പോലും മലയാളത്തിൻ്റെ പ്രാധാന്യം 13-ൽ നിന്ന് 15-ലേക്ക് വരെ ഉയരുന്ന ഒരു സാഹചര്യമാണ് സമീപകാലത്തെ പരീക്ഷകളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ വേണ്ടത് എന്താണ്? മലയാളത്തെക്കുറിച്ചുള്ള സമഗ്രമായ ഒരു അവലോകനവും കൃത്യമായ അറിവുമാണ് ഒരു മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടത്. നിങ്ങളെ ഏറ്റവും മികച്ച രീതിയിൽ പരിശീലിപ്പിക്കുന്നതിന് വേണ്ടി എൻട്രി ടീമിനോടൊപ്പം ഞാനും ഉണ്ടാകും. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ അരുൺ ശശി. ഞാൻ നമ്മളുടെ വരുന്ന ഡിഗ്രി എക്സാംസിൽ എൻവയോൺമെൻറ്റ്, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്നീ 2 ടോപ്പിക്കുകളായിരിക്കും നിങ്ങൾക്ക് വേണ്ടി ക്ലാസ്സുകൾ എടുക്കുക. 2004 സുനാമി കഴിഞ്ഞു, 2018 ഫ്ലഡ് വന്നു. അതിനുശേഷം നമുക്ക് വയനാട്ടിലും കവളപ്പാറയിലും ദുരന്തങ്ങളുണ്ടായി. ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ഇങ്ങനെ തുടർച്ചയായി വന്നുകൊണ്ടിരുന്നപ്പോൾ നമുക്ക് കൃത്യമായി വ്യക്തമായി ഡിസാസ്റ്ററിനെ പറ്റി അറിയാനായി കേരള PSC എന്ത് ചെയ്തു? ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് ഉൾപ്പെടുത്തി. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സൈക്കിൾ, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ആക്റ്റുകൾ, കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി, നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി, ഇവയുടെ സൈറ്റുകളെല്ലാം ഹരിച്ചു ഗുണിച്ച് ക്വസ്റ്റ്യൻസ് ഇടാൻ തുടങ്ങി. ഇനി രണ്ടാമത്തെ ടോപ്പിക്കായിട്ടുള്ള എൻവയോൺമെൻറ്റ് എക്കോളജിയിലേക്ക് വന്നാൽ, നമ്മളുടെ ഗ്ലോബലായിട്ടുള്ള ക്ലൈമറ്റ് ചേഞ്ച്, അതുപോലെ തന്നെ ആക്ച്വലി നമ്മളുടെ ഗ്ലോബൽ വാർമിംഗ്, അല്ലെങ്കിൽ ഇന്ത്യയും കേരളവും നമ്മളുടെ ലോകവും നേരിട്ട് കൊണ്ടിരിക്കുന്ന നിരവധി പാരിസ്ഥിതിക പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാം നമുക്ക് സത്യം പറഞ്ഞാൽ ഒരു ചോദ്യങ്ങൾക്കപ്പുറം നമ്മളുടെ ജീവിതത്തിൽ കൂടി നമ്മൾ എന്ത് അറിയേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പഠിക്കുവാനായിട്ട്, അല്ലെങ്കിൽ നിങ്ങളെ പഠിപ്പിക്കുവാനായിട്ട് ഒക്കെ നമ്മളുടെ എൻട്രിയുടെ ടീമിൻ്റെ കൂടെ ഞാനും ജോയിൻ ചെയ്യുന്നുണ്ട്. വരൂ, എൻട്രിയിലേക്ക് വരൂ. നമുക്ക് ഒന്നിച്ച് തന്നെ ഇനി വരുന്ന ഡിഗ്രി എക്സാംസ് നമുക്ക് ഒന്നിച്ച് എന്ത് ചെയ്യാം, നമുക്ക് നേടിയെടുക്കാം. കേരള PSCയുടെ ഡിഗ്രി ലെവൽ എക്സാംസിൽ പ്രിലിംസ് ആയാലും മെയിൻസ് ആയാലും അതിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇന്ത്യൻ പോളിറ്റി. ആ ഇന്ത്യൻ പോളിറ്റിയിൽ ഇപ്പോൾ അടുത്ത് വന്നിരിക്കുന്ന മാറ്റം എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ്, വളരെയധികം അനാലിസിസ് ആവശ്യമുള്ള സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത്തരം അനലിറ്റിക്കൽ ടൈപ്പ് ഇന്ത്യൻ പോളിറ്റി ടോപ്പിക്സ് ഡീൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇനിയുള്ള നിങ്ങളുടെ ഡിഗ്രി ലെവൽ എക്സാം യാത്രയിൽ ഞാനും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ഹലോ, നമസ്കാരം. ഡിഗ്രി തല എക്സാമുകൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഹിസ്റ്ററി എന്ന് പറയുന്ന സബ്ജക്റ്റിനുള്ളിൽ തന്നെ സബ് ഡിവിഷനായിട്ട് നമുക്ക് ഇന്ത്യൻ ഹിസ്റ്ററി, കേരള ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി, പിന്നെ ചിലപ്പോൾ നമുക്ക് മിഡീവൽ ഹിസ്റ്ററി എന്നുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ഈ നമുക്ക് ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ പലപ്പോഴും ഈ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒരു പേടിയുണ്ട്, ഒരുപാടുണ്ടല്ലോ എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നൊക്കെ. പക്ഷേ നമ്മൾ വ്യക്തമായ ഒരു സ്ട്രക്ചറോട് കൂടി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് 10 മാർക്കും പ്രിലിമിനറി ഡിഗ്രി എക്സാമിനേഷന് നമുക്ക് ലഭിക്കും. ഇപ്പോൾ നമ്മൾ ആ ഒരു സ്ട്രക്ചറിലേക്ക് പോവുകയാണെങ്കിൽ, ഇപ്പം ഉദാഹരണത്തിന് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ പ്രധാനമായിട്ട് ആവർത്തിച്ച് ചോദിക്കുന്ന ചില മേഖലകളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഏറ്റവും കൂടുതൽ നമുക്ക് കഴിഞ്ഞ ഒരു 15-16 ഡിഗ്രി തല പ്രിലിമിനറി എക്സാമിനേഷനുകൾക്ക് ചോദിച്ചിട്ടുള്ളത് പൊളിറ്റിക്കൽ ഹിസ്റ്ററി എന്ന് പറയുന്ന ഭാഗത്താണ്. 1857 ശേഷമുള്ള ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ചരിത്ര കാര്യങ്ങൾ. അതേപോലെ തന്നെ നമ്മൾ കേരള ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ അഡ്വൻറ്റ് ഓഫ് യൂറോപ്യൻസ്, അതുപോലെ തന്നെ തിരുവിതാംകൂർ ചരിത്രമൊക്കെ നമുക്ക് പലപ്പോഴും PSC ഫേവറേറ്റായിട്ട് ആവർത്തിച്ച് ചോദിക്കാറുള്ള ചോദ്യങ്ങളാണ്. വേൾഡ് ഹിസ്റ്ററിയെ സംബന്ധിച്ച് റവല്യൂഷൻസ്, ഫ്രഞ്ച് റവല്യൂഷനും അമേരിക്കൻ റവല്യൂഷനും റഷ്യൻ റവല്യൂഷനുമാണ് ചോദിക്കാറുള്ളത്. ഇങ്ങനെ ഫോക്കസ്ഡായിട്ടുള്ള ഏതാനും ചില ഭാഗങ്ങൾ മാത്രം നമ്മൾ നോക്കിപ്പോയാൽ തന്നെ നമുക്ക് നല്ലൊരു കോൺഫിഡൻറ്റ് കിട്ടും. അതിൻ്റെ ഒരു അപ്രോച്ച് കൃത്യമായിട്ട് നമുക്ക് വരികയും ചെയ്യും. ഇത്തരത്തിലുള്ള ഒരു പാഠ്യപദ്ധതി നമുക്ക് എൻട്രിയിലൂടെ ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുകയാണ്. ഇനിയുള്ള നിങ്ങളുടെ വിജയപാതയിൽ എൻട്രിയോടൊപ്പം ഞാനും നിങ്ങളോടൊപ്പം ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഹായ്, കേരള ജോഗ്രഫിയിൽ PSCയിൽ വരുന്ന പുതിയ ട്രെൻഡുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരള ജോഗ്രഫിയിൽ നമുക്ക് പഠിക്കേണ്ട ടോപ്പിക്കുകൾ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കുക. ഒന്ന്, കേരള ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട് കേരള ജോഗ്രഫിയുടെ ഫിസിയോഗ്രഫിക് ഡിവിഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഒപ്പം തന്നെ റിവേഴ്സ് വരുന്നുണ്ട്, ക്ലൈമറ്റ് വരുന്നുണ്ട്, അതേപോലെ തന്നെ അഗ്രികൾച്ചറിൽ ഉള്ള രീതികളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ആയിട്ട് നമുക്ക് പുതിയ പുതിയ രീതിയിലുള്ള ക്ലാസ്സുകൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ എൻട്രിക്ക് നമുക്ക് ചെയ്യാം. പുതിയ ഡിഗ്രി ലെവൽ ക്ലാസ്സുകൾക്ക് നിങ്ങളുടെ ഒപ്പം ഞാനും ഉണ്ടാവും. സോ നമുക്ക് ക്ലാസ്സുകളിൽ കാണാം. താങ്ക് യു. ഡിഗ്രി ലെവൽ പരീക്ഷകളുടെ ചാകരയാണ് വരുന്ന വർഷം.
ഡിഗ്രി ലെവൽ എക്സാംസിന് ജനറൽ ജോഗ്രഫിയും ഇന്ത്യൻ ജോഗ്രഫിയും ഹാൻഡിൽ ചെയ്യുന്നത് ഞാനാണ്. പുതിയ എക്സാം പാറ്റേൺ നിങ്ങൾക്ക് അറിയാമായിരിക്കും. NCERT ടെക്സ്റ്റുകളിൽ നിന്ന് കൂടുതൽ ചോദ്യങ്ങൾ വരുന്നു. കൃത്യമായി പാഠപുസ്തകങ്ങൾ ഫോക്കസ് ചെയ്ത് അരിച്ച് പറക്കി നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ആപ്പിലെ ക്ലാസ്സുകൾ നിങ്ങൾ റെഗുലറായിട്ട് കാണുക, കൃത്യമായിട്ട് എക്സാംസ് ഒക്കെ അറ്റൻഡ് ചെയ്യുക. നമ്മുടെ ടീം ഓൾറെഡി റെഡി ആയി കഴിഞ്ഞു. ടീച്ചേഴ്സിനെല്ലാം നിങ്ങൾ പരിചയപ്പെട്ടതാണ്, അവർ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കേട്ടതാണ്. വരാൻ പോകുന്ന ഡിഗ്രി ലെവൽ എക്സാംസിൽ ആദ്യ റാങ്കുകളിൽ നിങ്ങളുണ്ടാവും എന്നുള്ള കാര്യം ഇനി തീർച്ചയാണ്. നമ്മുടെ കൂടെ കൂടുക, നന്നായി പഠിക്കുക.